ഓടി വന്ന് ഒച്ച ഉണ്ടാക്കിയിട്ട് പറന്നു പോയി. ജുറാസിക് പാർക്കിലൊക്കെ കാണുന്നല്ലേ. നമ്മുടെ ജാപ്പനീസ് മുറ്റമാണ് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റെയിനിങ് വോയ്സ്. അപ്പോൾ നമ്മളിന്ന് അഡിലെയ്ഡിൽ ഹിമേജി ഗാർഡനിൽ വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഗാർഡൻ. അതിൻ്റെ പുറകിലാണെങ്കിൽ നമുക്ക് ഒരു ഗ്രൗണ്ട് പോലെയൊക്കെ ഉണ്ട്. പിള്ളേർക്ക് വന്ന് ഓടിക്കളിക്കാനുള്ള സ്ഥലമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ എഴുതി വെച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ജാപ്പനീസ് ഗാർഡൻ ആണ്. അപ്പോൾ അഡിലെയ്ഡും ഹിമേജി തമ്മിലുള്ള ഒരു റിലേഷനാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുകയെന്ന് എഴുതിയേക്കുന്നത്. അപ്പോൾ നമുക്ക് അകത്ത് പോയി കാണാം. ഉള്ളിലേക്ക് പോയി നോക്കാം. നിറയെ ഫ്ലവേഴ്സ് ഒക്കെ എന്തൊക്കെയോ കായൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. കണ്ടറിയാം ജാപ്പനീസ് രീതിയിലുള്ള സാധനം. 1985 April 3 എന്നൊക്കെ എഴുതിയേക്കുന്നത്. അപ്പോൾ സ്ഥാപിച്ചതാണ് നമ്മുടെ ഈ ഗാർഡൻ കേട്ടോ. നല്ല രസമുണ്ട്. ഇതിൻ്റെ ഉള്ള ആമയൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇത് ഇവിടെ കല്ലൊക്കെ ഇട്ടുണ്ട്. നമുക്ക് കയറി നോക്കാം. കൊള്ളാലോ. ആ ദേ ആമ. പക്ഷെ അതിന് ക്ലിയർ ആയിട്ട് കാണുന്നില്ല. അതിന്റെ മുകളിൽ പൈന് കിടക്കുന്നു. ദേ ആമ ദേ അവിടെ ആ പൈൻ്റെ അടിയിൽ പൈനൊക്കെ നിൽക്കുന്നുണ്ടോ. അതിങ്ങനെ ഷെയ്പ്പ് ചെയ്ത് ഇങ്ങനെ വെച്ചേക്കാം. നല്ല രസമുണ്ട് കാണാൻ. എല്ലാ ചെടികളും ഇപ്പം ഇങ്ങനെയാണ് കേട്ടോ ഇവിടെ. ഇതൊക്കെ അത് ഇല പോയി കിടക്കുന്നതെന്ന് തോന്നുന്നു. ഇനി ഉണ്ടായി വരും ഇല. എന്താ ഈ പൈൻമരം തന്നെയാണ് ആ ചെറുതായിട്ട് അവിടെ നിൽക്കുന്നത് കേട്ടോ. കുളത്തിൻ്റെ ചുറ്റും നമുക്കിങ്ങനെ നടക്കാവുന്ന ഒരു സെറ്റപ്പ്, ചുറ്റും ഇങ്ങനെ കയറി നോക്കാവുന്ന ഒരു സെറ്റപ്പിലാണ് കിടക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ എവിടെയോ ആമയുണ്ട്. വെള്ളം അത്ര ക്ലിയർ അല്ലാത്തതുകൊണ്ട് നമുക്ക് ആമേനെ അങ്ങ് കാണാൻ പറ്റുന്നില്ല. ഇതൊരു പാലം ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ട്. പാലമാണേ. അതായത് അടുത്തൊരു ഫൗണ്ടൈൻ. നല്ല രസമുണ്ട് ഫൗണ്ടൈൻസ് ഒക്കെ കാണാൻ. നല്ല വെയിലുണ്ട് കേട്ടോ. നല്ല സുഖമായിട്ട് നടക്കുകയാണ്. മരങ്ങൾ നട്ടിങ്ങനെ ചെറിയ ഏരിയ ആയിട്ട് ഇങ്ങനെ നടക്കാൻ വെച്ചേക്കാണ് കേട്ടോ. നല്ല രസമാണ്. ഒരു പ്രത്യേക ഫീലാണ്. ഇങ്ങനെ മരത്തിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഇങ്ങനെ നടക്കുന്ന ഒരു സെറ്റപ്പാണ്. ചെറിയ കാട്. എല്ലാ മരവും ചെറിയ പൊക്കത്തിൽ നിൽക്കുന്നു. എല്ലാത്തിലും കായും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ എന്താ എല്ലാം ബോൺസായി മരങ്ങളാണ് കേട്ടോ. ചട്ടിയിലാണോ നട്ടേക്കുന്നതെന്ന് അറിയില്ലല്ലോ. അടിയിൽ ചിലപ്പോൾ ചട്ടി ഉണ്ടാവും. വെട്ടി നിർത്തിയേക്കുന്നതെന്ന് തോന്നുന്നു എല്ലാം. നല്ല മുള്ളുള്ള ആ കിളി ഓടി വന്ന് ഒച്ച ഉണ്ടാക്കിയിട്ട് പറന്നു പോയി. ജുറാസിക് പാർക്കിലൊക്കെ കാണുന്നല്ലേ. നല്ല രസം. രണ്ടുപേരും ഞെട്ടിപ്പോയി. അയ്യോ നല്ല രസമുണ്ട് കേട്ടോ. അതുകൊണ്ടോ അതെ, എല്ലാം നമ്മുടെ അവൻ ഭയങ്കരനെ. ഇവൻ വന്ന് കൊത്തുകയൊക്കെ ചെയ്യും. അല്ല ഇതാ കിളിയല്ല. അവൻ വന്നാ പേടിപ്പിച്ചിട്ട് പോയെ. അവൻ കൊത്തൂട്ടോ. കളിക്കുന്ന പോലെ അല്ല അത്. ഓടി വന്ന് കൊത്തിയിട്ട് പോകും കാക്കേനെ പോലെ. ഇതൊരൊറ്റ കല്ല് വെച്ചിട്ട് കല്ലിന്റെ ഉള്ളിക്കടെ വെള്ളം വരുന്നത്. വേണ്ട, അവിടുന്ന് പമ്പ് ചെയ്യുന്നു. എവിടെ?
ആ അതെ അതെ, ഗ്ലാസ് വരുന്നത് ഒരു തത്ത ഇരിക്കുന്നുണ്ട് ഇവിടെ. തത്ത ഇഷ്ടംപോലെ തത്തകളാണ് കേട്ടോ, പല വർഗം പല കളറ് തത്തകൾ. നല്ല രസമുണ്ട് കാണാൻ എല്ലാത്തിനും. ഇതിൽ വെള്ള തത്തകളൊക്കെ ഉണ്ട്, വെള്ള മറ്റേ വലിയ തത്തയുണ്ടല്ലോ അതൊക്കെ ഉണ്ട്. അതല്ലാതെ ഇതുപോലെ പല കളറുള്ള പല പല തത്തകളെ നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. ഇവിടെയാണെങ്കിൽ ഇഷ്ടംപോലെ കിളികളും കാര്യങ്ങളും ഒക്കെയാണ്. ഇവിടെയൊക്കെ ഭയങ്കര പീസ്ഫുൾ ആണ്. ആൾക്കാർക്ക് ഇവിടെ വന്നിരുന്ന് ഫ്രണ്ട്സായിട്ടൊക്കെ വന്നിരുന്ന് സംസാരിക്കുന്നത്, മെഡിറ്റേഷനൊക്കെ പറ്റിയൊരു സ്ഥലം. ഇങ്ങനെ ഇതിനെപ്പറ്റി എഴുതിയിരിക്കുന്നത് നമ്മൾ നോക്കുവാണെങ്കിൽ തന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്, പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം. ഇത് കണ്ടോട്ടോ ഇവിടെ ഒരു സെറ്റപ്പ് വെച്ചേക്കുന്നത്. ഇതൊരു ബാമ്പു ആണെന്ന് തോന്നുന്നു. ബാമ്പു ആണോ പ്ലാസ്റ്റിക്കാന്ന് തോന്നുന്നു. ബാമ്പു പോലെ വെച്ചേക്കുക. അതിലേക്ക് വെള്ളം ഇങ്ങനെ ഇറ്റിറ്റ് വന്നുകൊണ്ടിരിക്കുകയുണ്ടോ. നല്ല രസം. അത് നിറഞ്ഞു കഴിയുമ്പോൾ കുറേ നേരം ഇങ്ങനെ നിൽക്കണം കേട്ടോ. ഇതേ പോണു 1-2 മിനിറ്റ് ആട്ടോ ഇവിടെ നിന്നുള്ളൂ, അപ്പോഴേക്കും അത് ചാടി. നമ്മുടെ ജാപ്പനീസ് മുറ്റമാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ കല്ലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വരച്ചിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. കല്ലുള്ളതിൻ്റെ ചുറ്റും വരച്ച് വെച്ചേക്കുന്നത്. നല്ല രസമുണ്ട്, നല്ല അടിപൊളി മുറ്റം. ചെറിയ ചെറിയ കല്ലുകളാണ് കേട്ടോ. ഉണ്ടോ, എന്നിട്ട് മൊത്തം ഇങ്ങനെ വരച്ചിട്ടേക്കുക. അതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് വഴിയുണ്ട്. ജാപ്പനീസ് വീടിൻ്റെ മുറ്റമൊക്കെ എങ്ങനെയായിരിക്കും എന്നാണ് പറഞ്ഞത്. അതാണ് ഈ കാണുന്നത്. നല്ല രസമുണ്ട്. മറ്റേ കച്ച വെച്ചുണ്ടാക്കിയ നമ്മുടെ ഗാർഡൻ്റെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുള്ള് വള്ളിച്ചെടി, ഇലയൊക്കെ ഇപ്പം ചുമന്ന് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഓട്ടം കഴിഞ്ഞ് വിൻ്റർ ആയല്ലോ, അതുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ നല്ല ഫുൾ ഇലയുള്ള ചെടിയാണിത്. നല്ല രസമുണ്ട്. ഇപ്പോൾ ചുമന്ന് നല്ല ഓറഞ്ചാവും, എന്നിട്ട് ഇത് ചുമക്കും, എന്നിട്ടിങ്ങനെ നിൽക്കും. ഫുൾ നല്ലൊരു സ്ഥലം കേട്ടോ. നല്ല ഇരിക്കാനൊക്കെ ബെഞ്ചൊക്കെ ഉണ്ട് അകത്ത്. ഇങ്ങനെ അതെ ഫുള്ള് ഇത് മാത്രമേ ഉള്ളൂ, വുഡ് വെച്ചിട്ടുണ്ടാക്കിയിട്ട് അതിൽ ഈ ചെടി കയറ്റി വിട്ടേക്കാണ്. അങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. കണ്ടോ, ഈ ബെഞ്ചുണ്ട്, ഇവിടെ ഒരു ബെഞ്ചുണ്ട്, പുറകിലൊരു ബെഞ്ചുണ്ട്. ഫ്രീ ആയിട്ട് കാറ്റും കൊണ്ട് അധികം വെയിലടിക്കാതെ ഇരിക്കാൻ പറ്റിയൊരു സ്ഥലം. ഇവിടെ പുറത്ത് വന്നു കഴിഞ്ഞാൽ കാണുന്ന സെറ്റപ്പാണ്. ഫുൾ ചെടികൾ, ഇങ്ങനെ ഫുള്ള് മുൾച്ചെടികളാണ് കേട്ടോ. ഒരു മുള്ളിൻ്റെ ഏരിയ ആണ്. അതിൻ്റെ ഉള്ളോട്ടൊന്നും കയറാൻ പറ്റില്ല എന്തായാലും. ഇങ്ങനെ ചുറ്റും ഇങ്ങനെ ചെറിയ ചെടികൾ, അതിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് മുൾച്ചെടികൾ ഇങ്ങനെ നിൽക്കുക. ഇതെല്ലാം മുള്ളുള്ള ചെടികളാണ്, നല്ല അടിപൊളി മുള്ളുള്ള ചെടികൾ. ഒരു സെക്ഷൻ ഫുൾ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. രസമല്ലേ? ഓ എന്താണ് അല്ലേ, ഒരു ഐലൻഡ് ഓഫ് മുൾച്ചെടിയാണത്. നമ്മുടെ ഗാർഡൻ്റെ അടുത്ത സൈഡിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈഡ് ഫുള്ള് ഇങ്ങനെ ചെറിയ ചെറിയ മരങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കാണ്. നല്ല രസമുണ്ട് ഫുള്ള് കാണാൻ. അതിൻ്റെ ഇപ്പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു വലിയ ഗ്രൗണ്ടാണ് ഈ കാണുന്നത്. ഫുള്ള് ഇത് ഗാർഡൻ്റെ ചുറ്റുമാണ് ഈ കാണുന്നത്. ഇപ്പോൾ പുറത്തുനിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ചുറ്റി നടക്കാൻ ചെറിയൊരു ഡിസ്റ്റൻസ് ഉള്ളൂ. പക്ഷെ ഉള്ളിൽ നല്ല ഏരിയ തോന്നും. കുറേ കാര്യങ്ങൾ ഉള്ളിലുള്ളതുകൊണ്ടാന്ന് തോന്നുന്നു. ചുമന്ന തലയാണല്ലേ എല്ലാത്തിനും. അപ്പോൾ നമ്മുടെ ഗാർഡൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.